എല്ലാവർക്കും ആദി സപ്നാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ക്ഷേമ പെൻഷനുകൾ, മറ്റ് സർക്കാർ തലങ്ങളിലുള്ള ആനുകൂല്യങ്ങൾ, റേഷൻ കാർഡ് സംബന്ധമായ വിവരങ്ങൾ, റവന്യൂ സംബന്ധമായ വിവരങ്ങൾ എന്നിവ അതാതു സമയത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിശദമായി നിങ്ങളിലേക്ക് ഈ ചാനൽ എത്തിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പരിപൂർണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിച്ച 10 ലക്ഷത്തിലധികം വരുന്ന BPL കാർഡുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടുണ്ട്. ഒരു 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പണം ലഭിക്കാത്തതും ഉണ്ട്. സാങ്കേതികമായ പ്രശ്നങ്ങളും ജനനത്തീയതിയിലെ മാറ്റങ്ങളും മറ്റു വിധത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളും കാരണം ഇതിൽ നല്ലൊരു ഭാഗം ആളുകളുടെ അപേക്ഷ പരിഹരിക്കുന്നതിന് വേണ്ടി തിരിച്ചയച്ചിട്ടുണ്ട്. ഇത് പരിഹരിച്ച് നൽകുന്ന മുറയ്ക്ക് അവരുടെ പെൻഷനും യഥാസമയം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. പിന്നീട് വൈകിയെത്തിയ അപേക്ഷകളുടെ കാര്യത്തിലും തീരുമാനം സർക്കാർ തലത്തിൽ ഈ മാസത്തോടു കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഈ മാസം തന്നെ എല്ലാവർക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് സർക്കാർ തലങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് BPL കുടുംബങ്ങളിലെ മധ്യവയസ്കരായ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഇത് ഉണ്ടാക്കുമെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഈ തുക ഉയർത്തുവാനും കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ആനുകൂല്യം എത്തിക്കുവാനും സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം അടുത്ത 26-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് ആദി സപ്നാസ് വ്ലോഗ് എത്തിക്കുന്നതാണ്. ഈ ചാനലിൽ നിങ്ങൾക്കാവശ്യമായ സർക്കാർ സേവനങ്ങളെപ്പറ്റിയും മറ്റും യഥാസമയം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.